കോട്ടയം മീനച്ചിൽ പഞ്ചായത്തിലെ കൊങ്ങോലക്കടവ് പാലം കോൺക്രീറ്റ് തകർന്ന അപകടാവസ്ഥയിൽ. പാലത്തിനടിയിലെ കോൺക്രീറ്റ് പൂർണ്ണമായും ഒലിച്ചു പോയതോടെ അടിഭാഗത്ത് പൂർണ്ണമായും കമ്പികൾ തെളിഞ്ഞ നിലയിലാണ്. ഭാരവാഹനങ്ങൾ സഞ്ചരിക്കുന്നത് അധികൃതർ തടഞ്ഞെങ്കിലും രാത്രികാലങ്ങളിൽ ലോഡുമായി വാഹനങ്ങൾ പോകുന്നത് പാലം തകരാൻ ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 40 വർഷം മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ഉദ്ഘാടനം ചെയ്ത വലിയ തോടിന് കുറുകെയുള്ള കൊങ്ങോലക്കടവ് പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. പാമ്പാടി, പള്ളിക്കത്തോട്, ചെങ്ങളം ഭാഗങ്ങളിലേക്ക് പാലായിൽ നിന്നുമുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. മഴക്കാലത്ത് റോഡ് കവിഞ്ഞ് വെള്ളമൊഴുകുന്ന പാലത്തിനടിയിൽ വലിയ മരത്തടികൾ വന്നിടിച്ചാണ് കോൺക്രീറ്റ് തകർന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 3 സ്പാനുകളിലായി നിൽക്കുന്ന പാലത്തിന്റെ അടിഭാഗം പൂർണ്ണമായും കമ്പികൾ വെളിയിലാണ്. സംരക്ഷണ ഭിത്തികളും തകർച്ചയിലാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതോടെ പാലത്തിന് കുലുക്കം അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. പാലം തകർച്ചയിലായതോടെ പാലത്തിന്റെ ഭാഗത്ത് റോഡ് അല്പം താഴ്ന്ന നിലയിലുമാണ്. വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ടോറസ് ലോറികളും ടാങ്കറുകളും അടക്കം രാത്രികാലങ്ങളിൽ കടന്നു പോകുന്നതായി ജനങ്ങൾ പറയുന്നു. ഈ പാലം വളരെ അപകട ഭീഷണി നിൽക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ആ പാലത്തിന് പൊക്കം കുറവ് കാരണം വെള്ളം വരുമ്പം തടിയും അതെല്ലാം വന്നിടിച്ച് പാലത്തിൻ്റെ അടി പൊളിഞ്ഞ് കമ്പി തെളിഞ്ഞ് ഇപ്പം എല്ലാ ഫീമിൻ്റെ അടിയിലും കമ്പി തെളിഞ്ഞ് നിൽക്കുകയാണ്. കമ്പി തെളിഞ്ഞിട്ട് ഇത് ഇപ്പോൾ വലിയ വെയിറ്റുള്ള വണ്ടി പോയാൽ ഈ പാലത്തിന് കുലുക്കമുണ്ട്, ഒരു വൈബ്രേഷൻ പോലെ വരും, അത് പൊളിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. അല്ലാതെ പുതിയ പാലം വരുവേ മാർഗമുള്ളൂ. ഈ പാലം ഒരു 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. ഇതിൻ്റെ അടി മുഴുവനും വെള്ളമൊഴുകി തടിയിടിച്ചിട്ട് അടി മുഴുവനും കമ്പി തെളിഞ്ഞ് കോൺക്രീറ്റ് അടന്നാണ് ഇരിക്കുന്നത്. ഇത് ബ്ലോക്കിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ PWD ലിസ്റ്റിലില്ലെന്നാണ് പറയപ്പെടുന്നത്. അവർ വ്യക്തമായ ഒരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ. മീനച്ചിൽ പഞ്ചായത്തിൻ്റെതാണ് തോട്, പക്ഷേ പാലം ആരുടെ അല്ലെന്നാണ് പറയുന്നത്. എന്തായാലും മീനച്ചിൽ പഞ്ചായത്തോട് വഴി ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഭാരവാഹനങ്ങളും തടി, കമ്പി, ടാങ്കർ, പിന്നെ വലിയ കണ്ടെയ്നർ ലോറികളെല്ലാം രാത്രിയിലും അസമയത്തും എല്ലാം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഏത് നിമിഷവും തകരാവുന്ന സ്ഥിതിയിലാണ്. അങ്ങനെ പാലം തകർന്നു വീണാൽ ഉള്ള കുഴപ്പം ചെറുവണ്ടികൾക്ക്, കാറ്, ജീപ്പ്, ചെറിയ വണ്ടി, സ്കൂട്ടർ അതുപോലെയുള്ള വണ്ടികൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ, ഈ റൂട്ടിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാവും. കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടെയ്നർ പോയതായിട്ടാണ് അവിടെ കേബിൾ മുഴുവൻ പൊട്ടിപ്പോയി. അങ്ങനെ വളരെ ദയനീയമാണ്. ഈ പാലം പോയി കഴിഞ്ഞാൽ അവിടെ ചെങ്ങളഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കൊന്നും പോകാനായിട്ട് മാർഗ്ഗമില്ല. ഇതുപോലെ തന്നെ ഈ വിദേശത്ത് നിന്ന് വരുന്നവർ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് തന്നെ ഇതിലൂടെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നു പോകുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മിനിറ്റിലൊരു വണ്ടിയെങ്കിലും ഈ ഗുഡ്സ് റോഡാണ് തന്നെ ഇതിലൂടെ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. സ്കൂൾ ബസ്സുകൾ 8-10 സ്കൂൾ ബസ് ഈ റൂട്ടിൽ പോകുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാകും. ഈ പാലം ഈ ലോഡ് കയറി കഴിഞ്ഞാൽ കൂടുതൽ അതിനല്ല ഇത് PWD അംഗീകരിച്ചതല്ല എന്നാണ് പറയപ്പെടുന്നത്. ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലില്ല, പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലില്ല, PWD കയ്യിലും ഇതിനെക്കുറിച്ച് ഒരു രേഖകളും ഇല്ല. റോഡ് മാത്രമുണ്ട്. പാലം തകർന്നാൽ ഇതുവഴി സഞ്ചരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ പ്രതിസന്ധിയിലാകും. അതേസമയം പഞ്ചായത്തിന്റെയോ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ PWDയുടെയോ ആസ്തി രജിസ്റ്ററിൽ പാലമില്ലാത്തത് അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമാവുകയാണ്. കൂടുതൽ വിശദ പരിശോധനകൾ നടത്തി പാലത്തിന്റെ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ പുന്നൂസ് പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല.